ഞാൻ ഒരു 10-20 വർഷം ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വെച്ച് തിന്നേണ്ട സാഹചര്യമായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ പഠിച്ചതാണ്. അല്ലാതെ എനിക്ക് നേരത്തെ ഞാൻ ഒരു ചായ പോലും എൻ്റെ വീട്ടിൽ പോലെ ഇട്ടിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ബിരിയാണി വേണമെങ്കിലും ഞാൻ വെക്കും. നമുക്കൊരു തൊഴിലായില്ലേ? അതെ, വരണം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വരണം. വന്ന് ഇതുപോലെ അവരുടെ എൻ്റെ ആഹാരമൊക്കെ കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട്. 5 രൂപ കൊടുത്ത് അപ്പം നഷ്ടമാണോ, അത് ബീഫ് കറി 80 രൂപയ്ക്ക് മേടിച്ചാൽ നഷ്ടമാണോ എന്നൊക്കെ അവർ നോക്കണം. അങ്ങനെ വന്ന് എൻ്റെ ആഹാരം അവർ കഴിച്ച് കൊണ്ട് അങ്ങനെ കഴിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. ഈ അപ്പവും ഈ ചിക്കൻ കറി, ഇത്രയും ചിക്കൻ കറിയും കൂടെ ചേർത്തിട്ടാണ് അപ്പം. 4 എണ്ണം ഉണ്ട്. ഇതാണ് 100 രൂപയ്ക്ക്. കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പവും ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ്. കോവിഡ് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പിടിമുറുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾ മാക്സിമം മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. സർക്കാരും ഒക്കെ പറയുന്നുണ്ട് മാസ്ക് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നമ്മൾ പഴയ പോലെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. നമുക്കിപ്പോഴേ കരുതി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലേക്കും ലോക്ക്ഡൗണിലേക്കൊന്നും പോവാതെ നമുക്ക് സ്വയം പ്രതിരോധിക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പവും ചിക്കൻ കറിയും ഒക്കെ കിട്ടുന്ന ഒരു കൊച്ചു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോണതാണ്. 5 രൂപയ്ക്കാണ് അപ്പമൊക്കെ കൊടുക്കുന്നത്. ശരിക്കും ഇവിടെ വരുമ്പോൾ ഈ രുചിയേക്കാളും എനിക്ക് ചില സ്ഥലത്ത് നമ്മൾ പറയില്ലേ, അവിടുത്തെ മനുഷ്യരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു പ്ലസൻ്റായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, അതാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കും കിട്ടുക. കാരണം ഒരുപാട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ചിക്കൻ കറിയൊക്കെ റെഡിയായിരിക്കുകയാണ്. അതാണ് അപ്പത്തിൻ്റെ കൂടെ കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. ഒന്നുമില്ല, നമ്മൾ തന്നെ പൊടിക്കുകയാണ് അല്ലേ ഇതെല്ലാം, മസാലക്കൂട്ടുകളൊക്കെ. നമുക്ക് 5 രൂപയ്ക്കാണ് അപ്പമൊക്കെ കൊടുക്കുന്നത്. അപ്പം 5 രൂപയാണ്. ദോശയാണെങ്കിലോ? ദോശ 5 രൂപ. ചിക്കൻ കറിയും കൂടെ ചേർത്ത് അപ്പോൾ 4 അപ്പവും ചിക്കൻ കറിയും 100 രൂപ. 100 രൂപയ്ക്ക്. നമ്മൾ കുറേ വർഷങ്ങളായില്ലേ കട? ഞാൻ 9 വർഷമായി. 9 വർഷമായി. അപ്പോഴും ഇതൊക്കെ ഈ തന്നെയാണ്. 9 വർഷം കൊണ്ട് ഇത് തന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള പരിപാടി. എന്നെ കൊണ്ട് എന്താ ഒക്കുന്നത് അത് ഞാൻ ചെയ്ത് കൊടുക്കും. പക്ഷേ 3-4 പിള്ളേരായതുകൊണ്ട് എനിക്ക് സമ്പാദ്യമൊന്നും ഇല്ല. അവർ അന്നേരം അവത്തിങ്ങളെ വന്ന് എല്ലാത്തിനും കല്യാണം കഴിച്ച് ആർക്കും ഞാനൊന്നും കൊടുക്കാനില്ല. എല്ലാം കഴിഞ്ഞു. ഞാൻ റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ പറ്റുന്നില്ല. എനിക്കിപ്പോൾ 76 വയസ്സായി. തീർച്ചയായിട്ടും സന്തോഷം. ഒരു ദിവസം പോലും എനിക്ക് മഴ വന്നാൽ എനിക്ക് വലിയ കെറുവായിരുന്നു. എങ്ങനെ ഈ കട തുറക്കാൻ വെക്കാനില്ലല്ലോ, അല്ല വെള്ളത്തിൻ്റെ അല്ല, കട തുറക്കാൻ ഒക്കുന്നില്ലല്ലോ. പോയി 4 പേരോട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ടൈമൊക്കെ അങ്ങ് പോകും. പിന്നെ ഇവിടെ വന്ന് നടന്നാലും നടന്നില്ലേലും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ടൈം ആകും. ശരി, അങ്ങനെ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് 10 രൂപ എനിക്ക് ആരുടെ മുമ്പിൽ ചോദിക്കണ്ട. എനിക്കൊരു ചായ കുടിക്കണമെങ്കിൽ എൻ്റെ പോക്കറ്റിനെടുത്ത് കൊടുത്ത് കുടിക്കാം. പക്ഷെ എൻ്റെ പ്രായക്കാരൊക്കെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുകളുണ്ട്. ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ദൈവം എന്നെ ആ ഒരു രംഗത്താക്കിയില്ല. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം, ദൈവത്തോട് വലിയ നന്ദിയുണ്ട്. എനിക്ക് ചെയ്യുന്നതിന് വലിയ ഉത്സാഹമുണ്ട്. എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടി, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇതിനു മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ 7 വർഷം 9 വർഷം കൊണ്ടേ ഇല്ല. 9 മണിയാകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഓടിച്ചോണ്ട് പോവുകയാണ്. പിന്നെ ഓരോരുത്തരൊക്കെ വന്ന് പരിചയപ്പെട്ട് പഴയ നമ്മുടെ ആൾക്കാരൊക്കെ വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാ ദിവസവും ഉണ്ട്. ഇല്ല, പെരുന്നാളിൻ്റെ അന്നത്ത് ഒരു ദിവസം അവധി കാണത്തുള്ളൂ. പിറ്റേന്ന് പിന്നെ അവധി നമുക്ക് അവധിയില്ല. കാരണം എനിക്ക് ഇങ്ങനെ വന്ന് ചെയ്യണമെന്നുള്ള സന്തോഷം, അതുകൊണ്ടാണ്. അല്ല ഒന്നുമല്ല, സമ്പാദിക്കാനല്ല.
കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണെങ്കിൽ ഇവിടേക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്ഥലമല്ല. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ വിചാരിച്ചു കുറേ ദൂരം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു റെയിൽവേ ഗേറ്റൊക്കെ ഉണ്ട്. റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷാഹുൽ ഹമീദ് എന്നാണ് കേട്ടോ ആളുടെ പേര്. പിന്നെ ഫോൺ നമ്പറും കൊടുത്തിരിക്കാം. ആരെങ്കിലും ഇനി വഴി അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഞായറാഴ്ചയുണ്ട്. നമ്മളിവിടെ മിക്കവാറും എല്ലാ കടയും ഞായറാഴ്ച അവധിയായിരിക്കും. പക്ഷെ ഇവിടെ വന്നാൽ ഞായറാഴ്ചയും ഭക്ഷണം കിട്ടും. ആൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, കട തുറക്കാൻ പറ്റിയാൽ വരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിന് വരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. പക്ഷേ ഇവിടെ കുറേ മഴ നിന്ന് ആ സമയം ഭയങ്കര മഴ. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ വരണ്ട, മൊത്തം വെള്ളം കയറി എന്ന് പറഞ്ഞു. അപ്പോൾ താഴ്ന്ന ഒരു പ്രദേശവും കൂടിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ചേച്ചി ഷോ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ വന്നത്. ആ നൈസ് നൈസ് നൈസ്, അടിപൊളി. എന്നുവെച്ചാൽ അപ്പത്തിനിങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്, വലിയ ഒരു പുളിപ്പോ അങ്ങനെ ഒന്നുമില്ല. നല്ല രസമുണ്ട്, നല്ലൊരു ഗ്രേവി. തേങ്ങ ചമ്മന്തി, അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനത്തെ ചമ്മന്തി നല്ല രസമാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ ഒട്ടും ചാറുണ്ടാവില്ല, ഇങ്ങനെ ഡ്രൈ ആക്കി കിട്ടും. നമ്മൾ പോണ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും പോണോടത്തൊക്കെ കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെയാണ് പാചകം ചെയ്യണതും കട നടത്തുന്നതും ഒക്കെ. അതിപ്പോൾ അപ്പനെ സംബന്ധിച്ച് 76 വയസ്സായി, ഒറ്റയ്ക്കാണ് ഇതെല്ലാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ബീഫ് ഇല്ല കേട്ടോ. ബീഫുള്ള ദിവസമാണെങ്കിൽ ബീഫ് അല്ല. പിന്നെ കഴിക്കാനാണെങ്കിൽ അപ്പം, പിന്നെ പത്തിരി ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, പൂരി ഉണ്ട്, ദോശയുണ്ട്. ഇത്രയും സാധനങ്ങൾ. ഇതൊക്കെ ചെയ്യുന്നത് ഒരാളൊറ്റയ്ക്കാണ്. 100 രൂപയ്ക്ക് യാതൊരു തെറ്റും പറയാനില്ലാത്തൊരു ഭക്ഷണമാണ് കേട്ടോ. വയറ് നിറച്ച് കഴിക്കാം. പിന്നെ വഴി നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇടക്കുളങ്ങര അമ്പലം, അത് ഗൂഗിൾ മാപ്പിൽ ഇടക്കുളങ്ങര അമ്പലമൊക്കെ ഓൾറെഡി ലൊക്കേഷൻ ഉണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തേക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ വരിക. അപ്പോൾ ഇവിടെ ഒരു ജുമയുണ്ട്, ഇടക്കുളങ്ങര ജുമയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട ഇരിക്കുന്നത്. മമ്പറക്കട എന്ന് പറഞ്ഞൊരു കട അതിൻ്റെ ഓപ്പോസിറ്റ്. ഇങ്ങനെ ഈ 2 കടകളേ ഉള്ളൂ ഇവിടെ. കുറച്ച് ഉള്ളിലേക്ക്, പക്ഷേ കാറൊക്കെ വരുന്ന അത്യാവശ്യം വീതിയുള്ള വഴിയാണ് ഇതേനും. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഇങ്ങനൊരു കട ഇവിടെ ഉള്ളത് അറിയില്ലെങ്കിൽ വന്ന് കഴിച്ച് നോക്കുക. കാരണം അപ്പയ്ക്കും അതൊരു ഉപകാരമാണ്. അവർ ഈ പ്രായത്തിലും ഒക്കെ തൊഴിലെടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു സഹായം നമ്മളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, കോവിഡ് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പിടിമുറുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾ മാക്സിമം മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. കൊറോണ വന്നിട്ടും പോയിട്ടും മാസ്ക് കളയാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഈ പൊടി ഭയങ്കര അലർജി. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ 2 വീലറിലൊക്കെ പോകുമ്പോൾ റോട്ടിൽ നിന്നുള്ള പൊടി, ഭയങ്കര പ്രശ്നമായിട്ടുള്ള പൊടി, അതുപോലെ ഈ മണ്ണെണ്ണ പോലെയുള്ള സ്മെല്ല്, ഇതൊക്കെ ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ തുമ്മുന്ന ഒരാളാണ്. അപ്പോൾ ഭയങ്കര അലർജി പ്രശ്നമുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് നമുക്ക് ഈ മാസ്ക് വെക്കുന്നതിൻ്റെ സാധ്യതകളെയൊക്കെ പറ്റി അപ്പോഴല്ല അറിയണം. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ മാസ്ക് മാറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ എവിടെ ഷൂട്ടിന് പോകുന്ന ആ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ മാത്രം എന്നെ വഴിയിൽ നിന്ന് കണ്ട ആളുകൾക്കൊക്കെ അറിയാം മാസ്ക് വെച്ചിട്ടാണ് എന്നെ കാണാറുള്ളൂ. എന്നാലും എൻ്റെ കണ്ണ് കണ്ടിട്ടൊക്കെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഈ മാസ്ക് വെച്ചതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്, എനിക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ ഒരു ദിവസം ഫുൾ പോക്കാണ്, തുമ്മല, കണ്ടിന്യൂസ് തുമ്മും ഞാൻ. അങ്ങനെയുള്ള എനിക്കിപ്പോൾ മാസത്തിൽ ഒരു ദിവസം പോലും ഈ തുമ്മലിൻ്റെ പ്രശ്നവുമില്ല. ഇത്രയും വർഷം തുമ്മിക്കൊണ്ട് ജീവിച്ച ഒരാളാണ്. പക്ഷേ മാസ്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ഒരു ദോഷവും വരാനില്ല. നമ്മൾ സർക്കാരും ഒക്കെ പറയുന്നുണ്ട് മാസ്ക് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നമ്മൾ പഴയ പോലെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. നമുക്കിപ്പോഴേ കരുതി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലേക്കും ലോക്ക്ഡൗണിലേക്കൊന്നും പോവാതെ നമുക്ക് സ്വയം പ്രതിരോധിക്കാം. നമുക്ക് ഓർമ്മയുണ്ട് എന്ത് കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക.